അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോകുന്നത്. അങ്ങനെ വീണ്ടും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ തോന്നി നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാലോ, ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഐറ്റമാണല്ലേ നമുക്കിപ്പോൾ വേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ആലോചിച്ച് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. കുഴച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം നല്ല സോഫ്റ്റാവും. അതുപോലെ തന്നെ നമ്മളോട് ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ശരിയാവുമോ എന്ന് ചോദിക്കണ്ടേ. പച്ചവെള്ളത്തിൽ കുഴച്ചാലാണ് ശരിയാവുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പലരുടെയും വിചാരം ചുടുവെള്ളത്തിൽ കുഴച്ചാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുഴച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ തടവി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഒരു 5-6 ചപ്പാത്തി ഉണ്ടാക്കേണ്ട മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചധികം വെജിറ്റബിളൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പച്ചമുളകും വലിയുള്ളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ചൈനീസ് ക്യാബേജ് എന്ന് അങ്ങനെ എന്തോ പറയും അതിന്, പിന്നെ നമ്മുടെ കിഴങ്ങും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നന്നാക്കി ഇതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ പ്രീതി ചേച്ചിയില്ലേ അതിലൊന്ന് കറക്കിയെടുക്കുക, ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കനും കൂടെ ഒന്ന് വേവിച്ച് പിച്ചി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല മസാലയൊക്കെ ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്യുന്നത്. നമ്മുടെ മിക്സിയിൽ തന്നെ ഉള്ള ഒരു ജാറാണ്. ഒരുപാട് പേർക്ക് വീണ്ടും ഡൗട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എല്ലാ വെജിറ്റബിളും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. ഉപ്പേരിക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പയറാണെങ്കിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ചിക്കനും ഞാൻ ഇതിൽ തന്നെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പിച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഷ്രെഡ് ചെയ്തത്. അതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഫ്രൈ ആക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഞാൻ ഏത് ലെവലിലാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്, ഒക്കെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് എടുക്കാം. പിന്നെയും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തതിൻ്റെ പകുതിയുള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പകുതി വേറൊരു പലഹാരത്തിന് മാറ്റി വെച്ചേക്കുവാണ്. കുറച്ച് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. കാരണം നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത് അത്രയും ചെറുതിലല്ലേ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി, അതിനുശേഷം ചിക്കൻ മസാല, കുരുമുളക് പൊടി, അതുപോലെ ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ. സോയാ സോസ് കുറച്ച് ചേർത്ത് കൊടുത്താൽ വീട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നമ്മുടെ എല്ലാറ്റിനും കഴിക്കാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ്. നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പ് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പുറത്ത് ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചപ്പാത്തി കറക്റ്റായി ചുട്ടു. ചില ആൾക്കാർ ദോശ പോലെ ചുട്ടെടുക്കും കേട്ടോ, അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് മിക്സ് ഒന്ന് നന്നായിട്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയും ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഇവിടെ കുക്ക് ചെയ്യാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ
കുറച്ച് എണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചപ്പാത്തിൻ്റെ ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ എഗ്ഗും പാലും മിക്സ് ഇല്ലേ ആ ഒരു ബാറ്റർ അതിലോട്ട് അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് വെച്ചിട്ട് ഓരോ ചപ്പാത്തി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫില്ലിങ്ങും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഫില്ല് ചെയ്തെടുത്തോളൂ. എന്നാൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇറച്ചിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. വീണ്ടും നെക്സ്റ്റ് ചപ്പാത്തി ഇതുപോലെ നമുക്ക് ഈ ഒരു പാലും മുട്ടയും മിക്സിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ഇതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുക. ഈ ഫില്ലിങ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ 5-6 ചപ്പാത്തി ഇതേപോലെ തന്നെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് നമ്മളിപ്പോൾ ആക്കിയെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ എടുത്ത് വീഡിയോ കാണിച്ച് വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓണാക്കി ഒരു ചപ്പാത്തിക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒരു ഭാഗത്ത് വേവിച്ചെടുക്കുക. പിന്നെ അടുത്ത ഭാഗത്ത് അതുപോലെ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഉള്ളിലുള്ള ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഒരു ഫിഷിൻ്റെ റെസിപ്പിയും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മഹിയാണ് കേട്ടോ ഞാനിവിടെ വാങ്ങിച്ച ഫിഷ്. നമ്മുടെ നെയ്മീനിൻ്റെ വേറൊരു വേർഷനാണെന്ന് പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്ലഷൊക്കെ അടിപൊളിയായിരുന്നു. ലുലുന്ന് മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളമൊഴിച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് നല്ല അടിപൊളിയൊരു മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പം ചെമ്മീനും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്തു കേട്ടോ. ഉമ്മ ചെമ്മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിലോട്ട്. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീനും ഉണ്ടാക്കണം, അതേപോലെ ഈ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ചെയ്തെടുക്കണം. ഞാൻ ഫിഷിനും ചെമ്മീനിനൊക്കെ ആവശ്യമുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അങ്ങനെ ഞാനും ഉമ്മയും കൂടി നിന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഫിഷും ചിക്കനൊക്കെ മസാല കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. മറ്റേ മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എരിവായി പോവും. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഡ്രൈ മാംഗോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇച്ചിരി നമ്മുടെ വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് നല്ല പൊട്ടാണ്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ട് അല്ലേ. കാരണം എനിക്ക് സൈലൻ്റ് ആക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒരു കോൾ വരും, അത് കാരണമാണ് ഇങ്ങനെ ഞാൻ സൗണ്ടിൽ വെച്ചേക്കുന്നത്. അപ്പം മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോ മീനായിട്ട് ഇങ്ങനെ മസാല പുരട്ടി എടുക്കണം. കാരണം ഇതെല്ലാം കൂടെ ഇട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ പല ഷേപ്പായിട്ട് വരും. ഇങ്ങനത്തെ മീനുകൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ആക്കിയാലാണ് നല്ല മസാല പിടിക്കുകയുള്ളൂ, മീനിൽ നല്ല മൊഞ്ചുണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ച ശേഷം മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യണത് ഞാൻ അവിടെ കാണിച്ചിട്ടില്ല. നല്ല വെളിച്ചെണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഫ്ലെയിമിലൊന്നും കൊടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.